ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ടൊരു സമയം, ഇങ്ങനൊരു പകൽക്കാലം നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ പരിശുദ്ധനായ ദൈവം വീണ്ടും സഹായിച്ച കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനൊരു മിഷൻ ട്രിപ്പോടനുബന്ധിച്ച് അനേക ട്രൈബൽസിൻ്റെ ഇടയ്ക്കും മറ്റ് പലരുടെ ഇടയ്ക്കുമുള്ള മിഷൻ ട്രിപ്പിലാണ് ഒരാഴ്ചത്തെ. അതിൻ്റെ മധ്യത്തിൽ ദൈവജനമായി ഈ പകൽക്കാലം ഈ മിഷൻ ട്രിപ്പിൽ നിന്ന് സംസാരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞാൻ ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 103 സങ്കീർത്തനം, അതിൻ്റെ 1-2 വാക്യം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുവാൻ ഇടയാക്കിയ വേദഭാഗത്തിൽ നിന്നും ഞാൻ അല്പകാര്യങ്ങൾ അനുഭവത്തിൽ നിന്നും പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. നമ്മുടെ അകത്ത് നിന്നുള്ള അധരം കൊണ്ടുള്ള അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്നതും നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇവിടെ വ്യക്തമായിട്ടും പരിശുദ്ധാത്മാവ് പറയുന്നൊരു കാര്യമാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ദൈവത്തെ വാഴ്ത്തുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം, അല്ലെങ്കിൽ ഇവിടെ മനം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രാണൻ, ആ പ്രാണൻ യഹോവയെ വാഴ്ത്തുക എന്നുള്ളത് നമ്മുടെ അകത്തുള്ള ഒരു ശുദ്ധീകരണത്തെയാണ് കാണിക്കുന്നത്. അകത്ത് നമ്മൾ എത്രത്തോളം കർത്താവിനോട് ചേർന്നിരിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം അകത്ത് നാം ദൈവികമായ ബന്ധത്തിലായിരിക്കുന്നു, അതിനോടാണല്ലോ ഇത് കാണിക്കുന്നത്. നമ്മുടെ അകത്ത് ഒരു യഥാർത്ഥമായിട്ടും ദൈവമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ. ഇന്നലെ ഞാനൊരു മീറ്റിങ്ങിൽ പോയ സമയത്ത് അവിടെ ദൈവവചനം ഞങ്ങൾ ശുശ്രൂഷിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളുമായി ദൈവവചനം ശുശ്രൂഷിക്കുന്ന സമയത്ത് ശുശ്രൂഷ കഴിഞ്ഞിറങ്ങിയപ്പോൾ പ്രായമായൊരു വ്യക്തി പ്രകാരം പറയുവാനിടയായി തീർന്നു, ഏകചിത്തനായി അല്ലെങ്കിൽ ഏകാഗ്ര ചിത്തനായി അല്ലെങ്കിൽ ഒരു മനസ്സോടെ ഏകഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം മനസ്സ് പലപ്പോഴും ചഞ്ചലപ്പെടുന്നുണ്ടെന്ന് എന്നോട് പറയുവാനിടയായി തീർന്നു. കാരണം അദ്ദേഹത്തിന് ഒരു മനസ്സിന് ഒരു ഉറപ്പില്ലാതിരിക്കുന്ന അവസ്ഥ, പലപ്പോഴും മനസ്സ് അവിടെ ഇവിടെ ചഞ്ചലപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് സംസാരിച്ചു. കാരണം പല സമയങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏകചിത്തയോടെ അല്ലെങ്കിൽ പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവാലോചന ഏറ്റെടുത്ത് അതിലൂടെയുള്ള ദൈവിക വിടുതലിനെ കുറിച്ച് ചില കാര്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം അപ്രകാരം പറയുവാനിടയായി തീർന്നത്. ഇവിടെ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തു. നമ്മെ തന്നെ പരിശോധിക്കേണ്ടുന്നൊരു കാര്യം, നമ്മുടെ അകത്ത് എത്രത്തോളം നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതം യഥാർത്ഥമായും സമർപ്പിച്ച് യഥാർത്ഥമായും ദൈവത്തോട് ചേർന്ന് നടന്ന് നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, കാരണം പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളെ നോക്കി നമ്മുടെ മനസ്സ് ക്ഷീണിച്ചു പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് വേദനപ്പെടുന്ന, ചഞ്ചലപ്പെടുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നത്, നമ്മുടെ മനസ്സ് അങ്ങനെ ചഞ്ചലപ്പെടുവാനോ പ്രയാസപ്പെടുവാനോ അല്ല, മറിച്ച് നമ്മുടെ ഹൃദയം പൂർണ്ണതയോടെ ആ ഹൃദയം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഹൃദയം ശുദ്ധമെങ്കിൽ നമ്മുടെ ഹൃദയം, കാരണം ദൈവവചനത്തിൽ എസ്തേറിൻ്റെ പുസ്തകം നാം വായിക്കുമ്പോഴും അവർക്കൊരു ശുദ്ധീകരണ കാലം, എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ സുഗന്ധവർഗം കൊണ്ട് ശുദ്ധീകരണ കാലം വെച്ചിരുന്നതായും കാണുവാൻ സാധിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ നാം വരുമ്പോൾ യഥാർത്ഥമായും യേശുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം, അതുപോലെ യേശുവിൻ്റെ ആ വചനത്താലുള്ള ശുദ്ധീകരണം, യേശുവിൻ്റെ നാമം, ആ നാമം സകല നാമത്തിന് മേലായ നാമം, ആ നാമത്താൽ എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം, സകല അന്ധകാര ശക്തികളും വിട്ടുപോയി ആ നാമത്താൽ വരുന്ന ശുദ്ധീകരണം, ഇതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യഥാർത്ഥമായി നമ്മുടെ അകത്ത് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള പൂർണ്ണമായ ശുദ്ധീകരണമാണ് അചഞ്ചലമായി ആ ദൈവത്തിലുള്ള ഏകചിത്തരായിരിക്കുവാൻ അല്ലെങ്കിൽ ഏകാഗ്രതയോടെ ദൈവത്തെ സ്തുതിപ്പാൻ, ഏകാഗ്രതയോടെ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം, നമ്മുടെ പ്രാണൻ അകത്ത് നിന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ നമ്മെ
പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറയാൻ ഇടയെത്തിരുന്നു, യഥാർത്ഥ ശുദ്ധീകരണം, നമ്മുടെ ലൈഫിലുള്ള യഥാർത്ഥ ശുദ്ധീകരണമാണല്ലോ നമ്മെ യഥാർത്ഥമായിട്ടും ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് അടുപ്പിക്കുന്നത്. ആ ബന്ധം നമ്മെ വളരെയധികം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇടയാക്കി തീർക്കും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗവുമേ, ഇവിടെ പറയുന്നത് നമ്മുടെ സകലതും, നമ്മുടെ അകം പുറം എല്ലാം ദൈവത്തെ വാഴ്ത്തുവാൻ തക്കവണ്ണം, നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഓരോ അവയവങ്ങളും അല്ലെങ്കിൽ നമുക്കുള്ള സകലതും ദൈവത്തെ സ്തുതിക്കുവാൻ, അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുവാൻ തക്കവണ്ണം നമുക്ക് ഈ ലോകത്ത് വേറൊന്നും നമുക്ക് ദൈവത്തിന് കൊടുക്കുവാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്തുതിയും ആരാധനയുമാണ്. എന്നാൽ ആ സ്തുതിയും ആരാധനയും ദൈവത്തിന് എത്ര അത് യോഗ്യതയോടെയാണ്, അല്ലെങ്കിൽ ആ സ്തുതിയിൽ എത്ര യോഗ്യതയുണ്ട്, അല്ലെങ്കിൽ എത്ര ആരാധനയിൽ എത്ര യോഗ്യതയുണ്ട്. കാരണം നാം ഒരുപക്ഷെ ദൈവസന്നിധിയിൽ സ്തോത്ര കാഴ്ചകൾ അർപ്പിക്കുന്നവരുണ്ടായിരിക്കാം, അതുപോലെ മറ്റ് പലതരത്തിലുള്ള സഹായങ്ങൾ. എന്നാൽ അത് ദൈവത്തിൽ നിന്ന് നാം പ്രാപിച്ച് നാം കൊടുക്കുന്നതാണ്. ദൈവം നമുക്ക് നൽകുന്നു, സാമ്പത്തികമായി നമ്മെ അനുഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കരത്തിൽ ഒരല്പം ലഭിക്കുന്നത് നാം അത് വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി ചെലവഴിക്കുന്നു. അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്. എന്നാൽ ഈ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത് നാം ദൈവത്തിന് കൊടുക്കുന്ന ചിലതാണ്. ദൈവത്തിന് പൂർണ്ണമായും നാം ദൈവത്തിന് കൊടുക്കുകയാണ്. എന്താണ് ദൈവത്തിന് കൊടുക്കേണ്ടുന്നത്? യഥാർത്ഥമായിട്ടും ഒരു ആരാധന എന്ന് പറയുന്നത്, ഈ സ്തുതി എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഹൃദയപൂർവ്വം നാം ദൈവത്തിന് കൊടുക്കുന്നതാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നമുക്ക് സുപരിചിതമായ വേദഭാഗമാണല്ലോ. ഉൽപ്പത്തി 22-ാം അധ്യായത്തിൽ നമുക്ക് പൂർണ്ണമായും അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ അബ്രഹാമിനെ കുറിച്ചും ഇസ്ഹാക്കിനെ കുറിച്ചും കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ യഥാർത്ഥമായിട്ടുമുള്ള ഒരു ആരാധന, എങ്ങനെയാണ് ശരിയായ ആരാധനയുടെ അകത്തുള്ള അനുസരണം, അല്ലെങ്കിൽ ആരാധനയുടെ അകത്ത് പരിതസ്ഥിതികളെ നോക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ഞാൻ കഴിഞ്ഞ രാത്രിയിലും ഞങ്ങൾ ഒത്തിരി താമസിച്ചാണ് കിടക്കുവാൻ പോയത്, എന്നത്തെയും പോലെ. കാരണം ഞാൻ പഞ്ചാബിൻ്റെ പാകിസ്ഥാൻ ബോർഡറിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു പ്രത്യേക മിഷൻ ട്രിപ്പിൽ ഒരാഴ്ചയായിട്ട് പുറത്താണ്. അപ്പം ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തതയോടെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ രാത്രിയിലും. യഥാർത്ഥമായും ദൈവത്തിൽ ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ പുറത്തു നോക്കിയുള്ളൊരു സംഭവമല്ല ആശ്രയം എന്ന് പറയുന്നത്. മറിച്ച് ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ പരിതസ്ഥിതികളെ നോക്കാതെ നാം ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവമേ, നിനക്കത് കഴിയും. അത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. 22-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. യഥാർത്ഥമായിട്ടും അബ്രഹാം ദൈവത്തിന് കൊടുത്തു. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ്. ഇസ്ഹാക്കിനെ പ്രാപിച്ചതാണ്. പക്ഷേ അതൊരു ചോയ്സാണ് അബ്രഹാമിന്. കൊടുക്കണോ വേണ്ടയോ, ദൈവത്തെ അനുസരിക്കണമോ അനുസരിക്കേണ്ടയോ, ഇതൊരു ചോയ്സ് നിൽക്കുകയാണ്. എന്നാൽ ആ ചോയ്സിൻ്റെ മധ്യത്തിൽ യഥാർത്ഥമായിട്ടും ദൈവത്തിൻ്റെ വചനത്തിൽ റോമാലേഖനത്തിൽ കാണാൻ ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്നതാണ് നമുക്ക് കൊടുക്കുന്നത്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, അവനാൽ സകലവും ഉളവായി, അവൻ മുഖാന്തരമാണ് സകലതും ഉളവായത്. അവന് വേണ്ടിയാണ് സകലതും, അവൻ്റെ മഹത്വത്തിന് വേണ്ടി. അല്ലെങ്കിൽ അവനാലാണെല്ലാം ഉളവായതെങ്കിൽ അത് അവൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ആയിത്തീരേണ്ടുന്നത്. എന്നാൽ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന വ്യക്തികൾ എത്രത്തോളം ദൈവ മഹത്വം നമ്മിലൂടെ പുറപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ തേജസ് നാം യഥാർത്ഥമായും ദൈവത്തിങ്കിലേക്ക് ആ യൂ-ടേൺ എടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ യഥാർത്ഥമായും പൂർണ്ണതയോടെ ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോഴാണ് ദൈവത്തിൻ്റേതായ ആ ശക്തിയേറിയ തേജസ് നമ്മിലേക്ക് ഇറങ്ങുവാനിടയായിത്തീരുന്നത്. യഥാർത്ഥമായും ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്ന് പറയുന്നത് ദൈവം എന്ത് കൽപ്പിച്ചാലും ചെയ്യുവാനുള്ള ഒരു മനസ്സാക്ഷി, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ടുന്നത് നമ്മൾ തീർച്ചയായും കൊടുക്കുവാൻ. എന്താണ് നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടുന്നത്? ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിന് പറയുന്ന, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, സ്വയം മനസ്സിനോട് അല്ലെങ്കിൽ ആത്മാവിനോട്. അതായത് ഈ ജനം അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നുവെന്ന് യെശയ്യാ പ്രവചനം
വാക്യത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്നും ദൂരത്തായിരിക്കുന്നു, പക്ഷേ അതരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എൻ മനമേ യഹോവയെ വാഴ്ത്തുക. നമ്മുടെ ഹൃദയം, നമ്മുടെ അകത്തുള്ള, അല്ലെങ്കിൽ എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. നമ്മുടെ ഓരോ അവയവവും. അതുകൊണ്ടാണല്ലോ റോമൻ ലേഖനം 12-ാം അധ്യായത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നത്, നാം ജീവനുള്ളൊരു യാഗമായി തീരുവാൻ തക്കവണ്ണം, ദൈവത്തിന് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം നമ്മോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. ഇവിടെ 2-ാം വാക്യത്തിൽ പറയുന്ന എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നാം മറക്കുവാൻ സാധിക്കാത്ത എത്രയോ കാര്യങ്ങൾ, പക്ഷേ മാനുഷികമായ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു വിടുതൽ അതിൻ്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നമ്മെ ഒന്നും കൂടി പണിയുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഒരു ഇടുങ്ങിയ വാതിൽ, തീർത്തും വീണ്ടും അധികം ഇടുക്കമേറിയ, അല്ലെങ്കിൽ അധികം കഠിനമേറിയ ഒരു അനുഭവത്തിലൂടെ ദൈവം നമ്മെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഇടയായി തീരും. വളരെയധികം അങ്ങനെ ശോധനാജനകമായ ചില അനുഭവത്തിലൂടെ ദൈവം നമ്മെ കൊണ്ടുപോകുവാൻ ഇടയായി തീരും. ആ സമയത്ത് യഥാർത്ഥമായി നമ്മുടെ മനസ്സ് ദൈവത്തിന് സ്തോത്രം കരയിക്കുന്നുണ്ടോ? കാരണം നമ്മുടെ ഹൃദയം ശുദ്ധമായെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം യഥാർത്ഥമായും ശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നന്മയെ, അല്ലെങ്കിൽ ദൈവം എന്താണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹത്തെ നമുക്ക് അറിയുവാൻ തക്കവണ്ണം ഇടയായി തീരുകയുള്ളൂ. നമുക്കെല്ലാം സുപരിചിതമായ വേദഭാഗമാണെങ്കിലും ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരു വേദഭാഗത്തിലേക്ക് പോകാം. ഇവിടെ റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് ഇവിടെ എഴുതിയിരിക്കുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ച് അറിയേണ്ടുന്നതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഇവിടെ മനസ്സിനെ കുറിച്ച് പറയുന്നു. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നത് എന്തിനാണ്? നാം യഥാർത്ഥമായും ദൈവഹിതം എന്തെന്ന് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാന്നൊക്കെ വേണം. ആ ദൈവഹിതം എന്താണ്? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവം തിരിച്ചറിയുവാൻ, നമ്മുടെ മനസ്സെ പുതുതാക്കുവാൻ, അതിനായി നാം ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ, ലോകം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാതെ, യഥാർത്ഥമായും ലോകത്തിന് അനുരൂപപ്പെടാതെ എന്ന് പറയുമ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ലോകം ചിന്തിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലല്ല നാം കാര്യങ്ങൾ കാണേണ്ടുന്നത്. ലോകം എങ്ങനെയാണ് കാണുന്നത് അതല്ല. നാം ലോകത്തിന് നാം അന്ധരായിരിക്കാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ലോക കാര്യങ്ങൾക്ക് നാം ചെകിടരായിരിക്കുവാൻ തക്കവണ്ണം. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദത്തിന് നാം കാഴ്ചയുള്ളവരും, ദൈവത്തിൻ്റെ ശബ്ദത്തിന് അതുപോലെ നാം കേൾവിശേഷിയുള്ളവരുമായി ഇരുന്നാൽ, ദൈവം കാണിക്കുന്ന കാര്യങ്ങൾ കാണുവാൻ, ദൈവം പറയുന്നത് യഥാർത്ഥമായും കേൾക്കുവാൻ ഇടയായി തീർന്നാൽ, നാം അറിയാതെ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായി തീരും. നമ്മുടെ ശരീരങ്ങളെ നാം ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതാണല്ലോ ദൈവവചനം പറയുന്നു, ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത്. ദൈവത്തിന് പ്രസാദമുള്ള ആരാധന, ദൈവത്തിന് ഹിതമായിട്ടുള്ള ആരാധന, ദൈവം ചെയ്ത ഉപകാരമൊന്നും മറക്കാതെ വണ്ണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നെടുവീർപ്പുകൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുനിന്നുള്ള നെടുവീർപ്പുകൾ അത് ദൈവം കാണുന്നുണ്ട്. നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിൽ നെടുവീർപ്പിടുകയാണ്. എന്നാൽ ആ നെടുവീർപ്പിടുന്നതിന് മുൻപ് നാം ദൈവസന്നിധി മുട്ടുമടക്കി ദൈവത്തോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നീ ചെയ്ത എത്രയോ നന്മകൾ, അതിനെ നന്ദി കരയേറ്റുവാൻ തക്കവണ്ണം. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സഭയിൽ ഞങ്ങൾ 3 പേരും ശുശ്രൂഷിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളുമായി ഞാൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് അവർക്ക് ഒരാഴ്ചത്തെ അവധിയുണ്ട്. അവധി സമയം മിഷൻ ട്രിപ്പിൽ പല സ്ഥലങ്ങളിലായി ഞങ്ങൾ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദിവാസികളുടെ ഇടയിലും പല സ്ഥലങ്ങളിലുമായിട്ട്. അങ്ങനെ ദൈവവേല ചെയ്യുന്ന സമയത്ത് ഒരു സഭയിൽ കടന്നുപോയപ്പോൾ പരിശുദ്ധാത്മ വ്യക്തതയോടെ ഓർപ്പിച്ചൊരു കാര്യമുണ്ട്. വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ ആ സഭയോടനുബന്ധിച്ച് പറയുവാൻ ഇടയെത്തിയിരുന്നു. കോമണായി നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടുന്ന അനേക കാര്യങ്ങളുണ്ട്. അതെല്ലാം ആ കാര്യങ്ങൾ, ഒരു കാര്യം ഞാൻ 1-2 കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മെ ഏത് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളുടെ മധ്യത്തിലും
നമ്മുടെ ജീവിതത്തെ യഥാർത്ഥമായിട്ടും നമ്മുടെ ഹൃദയം ശുദ്ധമായി തീർന്ന് നമ്മുടെ മനസ്സ് ശുദ്ധമായി, അത് ശുദ്ധത ഇന്ന് നമുക്കുള്ള ശുദ്ധതയേക്കാളും അധികം നാം നാളത്തേതിലേക്ക് വർദ്ധിക്കുവാൻ തക്ക വേണം. ഇന്ന് നമ്മുടെ ജീവിതം എത്രത്തോളം വിശുദ്ധീകരിക്കപ്പെട്ടു, അതിലധികമായി നാം വിശുദ്ധീകരിക്കപ്പെട്ടാൽ നമ്മുടെ മനസ്സൊരിക്കലും ചഞ്ചലപ്പെടുവാൻ ഇടയെ തീരുകയില്ല. ജീവിതാനുഭവത്തിലൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ മനസ്സ് ഉറച്ചിരിക്കണമെങ്കിൽ, കാരണം ദൈവത്തിന് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, നമ്മിലൂടെ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സ് ഉറച്ചിരിക്കണം. നാം ഉറപ്പും ധൈര്യമുള്ളവർ ആകാതെ ഇരുന്നാൽ ദൈവത്തിന് നമ്മെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ നമ്മിലൂടെയും ദൈവത്തിനൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെടാതെ ഉറപ്പുള്ളവരായിരിക്കാൻ, ധൈര്യമുള്ളവരായിരിക്കാൻ, ഉറച്ചിരിക്കുവാൻ. മനസ്സുറയ്ക്കണമെങ്കിൽ നമ്മുടെ അകത്ത് തികഞ്ഞ വിശുദ്ധി വേണം. നാം തികച്ചും വിശുദ്ധരായിരിക്കണം. കാരണം യഥാർത്ഥമായിട്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വിശുദ്ധമായിരിക്കണം. നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കണം. അതുപോലെ നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഓർമ്മകൾ പോലും, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം വിശുദ്ധമായിരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നാം തികഞ്ഞ വിശുദ്ധിയോടെ ആയിരുന്നാൽ മാത്രമേ നമ്മുടെ അകത്ത് ഉറപ്പ് ലഭിക്കുകയുള്ളൂ. വചന ശുശ്രൂഷ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഞങ്ങൾ തിരക്കിട്ട് അടുത്തൊരു മിഷനിലേക്ക് കടന്നു പോകുന്ന, അടുത്തൊരു മിഷൻ ട്രിപ്പിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് പ്രായം ചെന്ന സഹോദരി പ്രകാരം പറഞ്ഞു, ദൈവത്തിൻ്റെ കണ്ണുകൾ ഊടാടി സഞ്ചരിക്കുന്നുവല്ലോ, എൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും സ്ഥിരമായിരിക്കുവാൻ എനിക്ക് സാധ്യമല്ല എന്ന് എന്നോട് പറയുവാൻ ഇടയെ തീർന്നു. ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന സഹോദരൻ പ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, യഥാർത്ഥമായും നമ്മുടെ അകത്തുള്ള വിശുദ്ധിയാണ് സ്ഥിരത നമ്മിൽ വർദ്ധിപ്പിക്കുന്നത്. വിശുദ്ധി എന്ന് പറയുമ്പോൾ യഥാർത്ഥമായിട്ടും നമുക്ക് എന്താ പറയുക, വേറെ നമുക്ക് പിന്നെ ചിന്തിക്കുവാനില്ല. ആ വിശുദ്ധിക്ക് അപ്പുറമായി ഒന്നുമില്ല. കാരണം ആ വിശുദ്ധി എന്ന് പറയുമ്പോൾ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷേ യഥാർത്ഥമായിട്ട് ആ മനസ്സ്, നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ കേൾക്കുന്ന കാര്യങ്ങൾ പോലും നാം വിശുദ്ധമായി സൂക്ഷിക്കുന്നുവെങ്കിൽ, നാം എന്താണ് നാം മെഡിറ്റേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നാം ധ്യാനിക്കുന്നത്, നാം കേൾക്കുന്ന പലതും ധ്യാനിക്കേണ്ടുന്നതുണ്ട്. അത് എന്താണ് ധ്യാനിക്കുന്നത്? ദൈവവചനമല്ലാത്തതൊക്കെ നാം വിട്ടുകളയുവാൻ, ദൈവവചനം മാത്രം ധ്യാനിക്കുവാൻ, കേൾക്കേണ്ടുന്നത് മാത്രം കേൾക്കുവാൻ, കാണേണ്ടുന്നത് മാത്രം കാണുവാൻ, വിശുദ്ധിയായി നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ, നമ്മുടെ സകല അവയവത്തെയും, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെയെല്ലാം തികഞ്ഞ വിശുദ്ധിയോടെ നാം സൂക്ഷിക്കുന്നുവെങ്കിൽ നമ്മുടെ മനസ്സ് അചഞ്ചലമായിരിക്കും, നമ്മുടെ ഹൃദയം അചഞ്ചലമായിരിക്കും. ദൈവത്തിന് നമുക്ക് വേണ്ടിയും നമ്മിലൂടെയും ചിലത് ചെയ്യുവാൻ സാധിക്കണമെങ്കിൽ നാം ഉറപ്പിലേക്ക്, അധൈര്യത്തിലേക്ക്, അല്ലെങ്കിൽ അചഞ്ചലമായിരിക്കുന്ന അവസ്ഥയിലേക്ക്, ദൈവം പറയുന്നത് മാത്രം ചെയ്യുവാൻ. ദൈവം പറയുന്നത് മാത്രം ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ദൈവം പറയുന്നത് മാത്രം ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് നോ പറയേണ്ടുന്ന കാര്യങ്ങൾ വരും. നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങളോട്, പലതിനോട് നമുക്ക് നോ പറയേണ്ട ആവശ്യങ്ങൾ വരും. എന്നാൽ ദൈവവചനം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു ലീഡറായിരിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് നമ്മുടെ അകത്ത് നാം തിരഞ്ഞെടുക്കേണ്ടത് എന്തെന്ന് ഉള്ള ഒരു ലീഡർഷിപ്പ്, അല്ലെങ്കിൽ നാം എന്താണ് തിരഞ്ഞെടുക്കേണ്ടുന്നത്, അതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പിനുള്ള നേതൃത്വം നമുക്കുണ്ട്. നാം എന്താണ് നമുക്ക് അശുദ്ധി തിരഞ്ഞെടുക്കാം, വിശുദ്ധി തിരഞ്ഞെടുക്കാം. വിശുദ്ധി തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ നാം അചഞ്ചലായിരിക്കും, ഉറപ്പുള്ളവരായിരിക്കും, നാം ഒരിക്കലും കുലുങ്ങിപ്പോകാത്തവരായിരിക്കും. നാം കുലുങ്ങിപ്പോകാതെ നാം ദൃഢതയോടെ നിന്നാൽ മാത്രമേ ദൈവത്തിന് നമ്മിലൂടെയും നമുക്ക് വേണ്ടിയും ചിലത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒത്തിരി അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇതോടനുബന്ധിച്ച് പല കാര്യത്തിലുണ്ട്. നിങ്ങൾക്കെല്ലാം, മിക്കവാറും എല്ലാവർക്കും അറിയുന്നത് പോലെ ഭിക്ഷയാചിക്കുന്നവർ, അല്ലെങ്കിൽ ചേരി പ്രദേശത്ത് വർക്ക് ചെയ്യുന്നവരുടെ ഇടയ്ക്കാണല്ലോ ഞാൻ വർക്ക് ചെയ്യുന്നത്. ചേരിയിലുള്ളവർ ഭിക്ഷയാചിക്കുന്ന അനേകരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പല ആവശ്യങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരേ എപ്പോഴും ഞാൻ ദൈവസന്നിധിയിൽ എടുത്തിരിക്കുന്ന ഒരു ഉറച്ച തീരുമാനമാണ്,
ഒരിക്കലും ഒരാവശ്യം മറ്റൊരു വ്യക്തിയോട് പറയുകയില്ല. അങ്ങനെ ഒരു വ്യക്തിയോടും ആവശ്യങ്ങൾ പറയാതെ ദൈവത്തോട് മാത്രം കാര്യങ്ങൾ പറയുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ ഒരു ദിവസം ഇങ്ങനെ തീരുമാനമെടുത്ത്, എപ്പോഴും ആ തീരുമാനത്തിൽ ഉറപ്പാണ്. അങ്ങനെ ദൈവത്തോട് ഇങ്ങനെ ജസ്റ്റ് മനസ്സിലാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, ദൈവമേ, ദൈവത്തിന് എന്താ കഴിയാത്തത്? ദൈവത്തിനെല്ലാം സകലതും കഴിയുമല്ലോ. ഇവർക്ക് വേണ്ടി ഇത്ര ഒരു പർട്ടിക്കുലർ, ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞു, ഒരു 6000 രൂപ. ഞാനത് എത്ര പറഞ്ഞെന്നോ ഓർക്കുന്നില്ല, ഞാൻ ഈ അനുഭവം പറഞ്ഞിട്ടുണ്ടോ. കാരണം ഒരു 6000 രൂപ ദൈവം തന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഇവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാമെന്നുള്ള ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നു. അങ്ങനെ ഞാൻ ദൈവത്തോട് ജസ്റ്റ് പ്രാർത്ഥിക്കുന്നില്ല, പക്ഷെ മനസ്സിലിങ്ങനെ കടന്നുപോയി, ഒരു 6000 രൂപയുണ്ടായിരുന്നെങ്കിൽ അവർക്കുള്ള ഭക്ഷണത്തിൻ്റെ കുറച്ച് കാര്യം ചെയ്യാമായിരുന്നു. അന്ന് വൈകുന്നേരം എനിക്ക് ലഭിച്ച പൈസയായിരുന്നു 6141 രൂപ. ഒരു വൈകിട്ടത്തെ ഒരു മീറ്റിങ്ങിൽ ഒരു സഹോദരൻ, എന്നെ അറിയാത്തൊരു വ്യക്തി വേറൊരു വ്യക്തിയിലൂടെ എനിക്ക് ആ പൈസ അയക്കുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു കാര്യം, മുട്ടുമടക്കി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ ദൈവസന്നിധിയിൽ ഒരു സെൻറ്റൻസോടെ പ്രാർത്ഥിച്ചില്ല, മറിച്ച് ഹൃദയത്തിൽ ചിന്ത വന്നതാണ്. ഒരു ചിന്തയാണ്, ഒരു 6000 ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ സഹായിക്കാമായിരുന്നു. അവരാവശ്യം വളരെ വലുതാണ്. എന്നാൽ അന്ന് ദൈവം നൽകിയതാണ് 6141 രൂപ. 6000 രൂപയ്ക്ക് അവരെ ഫുഡ് ബാഗുകൾ വാങ്ങുവാനും 141 രൂപയ്ക്ക് അവരെ പെൻസിലും ഇറൈസറും അതുപോലെ അവർക്കുള്ള കൊച്ചു ബുക്സുകളുമെല്ലാം ചേരി പ്രദേശത്തുള്ള കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കുവാൻ തക്കവണ്ണം അതെല്ലാം വാങ്ങുവാനിടയിൽ തീർന്നു. അതെൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മുടെ ചിന്തകളെ ദൂരത്തു നിന്നും നമ്മുടെ നിരൂപണങ്ങളെ ഗ്രഹിക്കുന്ന ദൈവം. 139 സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ചിന്തകളെ, നമ്മുടെ നിരൂപണങ്ങളെ ദൈവം ദൂരത്തു നിന്നും ഗ്രഹിക്കുന്ന ദൈവമാണ്. അന്ന് ഞാനിങ്ങനെ ഉറച്ചു വിശ്വസിച്ചു, കർത്താവെ, അങ്ങനെയെങ്കിൽ ദൈവത്തിന് എനിക്ക് ഒരു 60,000 രൂപ തരാൻ സാധിക്കുമല്ലോ. ഞാൻ പ്രാർത്ഥിക്കുന്നില്ല വീണ്ടും. 500ഓളം വരുന്ന ചേരികളിൽ ഫുഡ് കൊടുക്കുവാൻ, അത് പ്രാർത്ഥിക്കാതെ മനസ്സിൽ കടന്നുപോയതും ഞാൻ ദൈവത്തിൽ ഉറച്ച് ആശ്രയിച്ച് അല്ലെങ്കിൽ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്ത് എൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയ ചിന്തയാണ്. അന്ന് രാത്രി 10 മണിക്ക് മറ്റൊരു വ്യക്തി, ഞാൻ 1-2 പ്രാവശ്യമേ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളൂ. ആ വ്യക്തി എന്നോട് പറയുകയാണ്, സോണിയയുടെ, എൻ്റെ പെറ്റ് നെയിം സോണിയ എന്നാണ്, എന്നോട് പറഞ്ഞു, സോണിയയുടെ ബാങ്ക് ഡീറ്റെയിൽ ഒന്ന് അയച്ചു തരണം. അപ്പം ഒന്നും ചോദിക്കുന്നില്ല, ഒന്ന് അയച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അയച്ചു കൊടുത്തപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ വന്ന എമൗണ്ട് ആയിരുന്നു 60,000 രൂപ. എൻ്റെ വാ തുറന്ന് ഒരു വ്യക്തിയോട് സംസാരിച്ചിട്ടില്ല, വാ തുറന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, വാ തുറന്ന വിഷയം ആരോടും പറഞ്ഞിട്ടുമില്ല. പക്ഷേ വാ തുറക്കാതെ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൂടെ കടന്നുപോയ ചിന്തയെ കണ്ട് അന്ന് തന്നെ കാര്യം സാധിപ്പിച്ച് അടുത്ത ദിവസം 500ഓളം വരുന്ന ചേരികളിൽ ഫുഡ് ബാഗുമായി കടന്നു പോകുവാൻ തക്ക വേണം. ഞാൻ കടന്നു പോകാൻ നേരം ഞങ്ങൾക്ക് പെട്രോളിന് പൈസ വേണം. 60,000ൻ്റെ ഫുഡ് ബാഗുകൾ വാങ്ങി, ഇനി പെട്രോളിന് പൈസയില്ല. ആ സമയത്ത് ഞാൻ ദിവസത്തിൽ മുട്ടുകുത്തിയപ്പോൾ ആരാണെന്ന് ഇന്നും അറിയാതെ 5,000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുവാനിടയെ തീർന്നു. അങ്ങനെ 500ഓളം ചേരി പ്രദേശങ്ങളിൽ അങ്ങനെ ഈ 60,000 രൂപയുടെ ഫുഡ് ബാഗുമായി കടന്നു പോകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിച്ചു. ദൈവത്തിന് ഒന്നും കഴിയാത്തതായിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം, അനേക അനുഭവങ്ങൾ ഇങ്ങനെയുണ്ട് ജീവിതത്തിൽ. ഭിക്ഷയാചിച്ച തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു കൂട്ടം ജനം, ആ ജനം ഇന്ന് അവർക്ക് കൊടും തണുപ്പുള്ള സമയമാണ്. പാകിസ്ഥാൻ ബോർഡർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ നല്ല തണുപ്പിൻ്റെ സമയത്ത് അനേകരും മരിച്ചു പോകും. അവർക്ക് തീ കത്തിക്കുവാനായിട്ട് ഒരു സാഹചര്യമില്ല. പലയിടത്തുനിന്നും ചുള്ളിലുകൾ കിട്ടുവാനില്ല. കാരണം സ്നോ എല്ലാം വീണ് എല്ലാം തണുത്തും അതുപോലെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ചായ കുടിക്കാൻ പോലും സാധ്യതയില്ലാത്ത സ്ഥാനത്ത് മിക്കവാറും അവർക്കെല്ലാം തന്നെ ഗ്യാസ് കണക്ഷനുകൾ കൊടുക്കുവാൻ തക്ക വേണം. നമ്മുടെ ആദ്യത്തെ ചേരി പ്രദേശങ്ങളിൽ പല ചേരികളുണ്ട്. അതിൽ ആദ്യത്തെ ചേരികളിലുള്ളവർക്കെല്ലാം എല്ലാവർക്കും എന്ന പോലെ ഗ്യാസ് കണക്ഷനുകൾ, ഗ്യാസ് സ്റ്റൗവുകൾ, അതുപോലെ സിലിണ്ടറുകൾ, അവർക്ക് ആവശ്യമുള്ളതിനുള്ളെല്ലാം കൊടുക്കുവാൻ, പെട്ടെന്നൊരു ചായ ഉണ്ടെങ്കിൽ കുടിക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ. അവർക്ക് ആർക്കും ആധാർ കാർഡില്ല, ബാങ്ക് ഡീറ്റെയിൽസ് ഇല്ല. അതെല്ലാം ഒരുക്കി കൊടുക്കുവാൻ, കാരണം അതില്ലാതെ നമുക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കാൻ സാധ്യമല്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്,
അലഞ്ഞ് തിരിഞ്ഞ് നടന്ന ഒരു കൂട്ടം ജനം, ആരുമില്ല, അവർക്കൊരു ഐഡൻറ്റിറ്റി ഇല്ല. നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് പോലും അവരെ ആരും തിരിച്ചറിയുന്നില്ല. റോഡുകളിൽ അവർ കിടന്നുറങ്ങി, മയക്കുമരുന്നിന് അടിമപ്പെട്ട്, മദ്യപാനത്തിന് അടിമപ്പെട്ട്, രോഗികളായി അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് കിടക്കുന്ന ജനത്തിന് ഒരു ഐഡൻറ്റിറ്റി, രാജ്യത്തിൻ്റെ പൗരരെന്ന് അവരറിയുവാൻ, അതിലുപരി സ്വർഗീയ രാജ്യത്തിൻ്റെ പൗരത്വം അവർ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിക്കുവാൻ, യേശുവിനെ രുചിച്ചറിയുവാൻ ഇന്ന് യേശുവിൻ്റെ സാക്ഷികളാണ്. ഞാൻ പലപ്പോഴും നമ്മുടെ കേരളത്തിലേക്കെല്ലാം കടന്നു വരുമ്പോൾ കേരളത്തിലെ പല സഭകളിലും അനേക വർഷങ്ങളായിട്ടും ഇതുവരെയും സ്വയമായി എഴുന്നേറ്റ് നിൽക്കുവാൻ സാധ്യമല്ലാത്ത ശിശുത്വത്തിൻ്റെ അവസ്ഥയിലുള്ള അനേകരുണ്ട്. എന്നാൽ 4-5 വർഷം മാത്രമായി ക്രിസ്തുവിനെ അറിയുന്ന അനേകർ ഇന്ന് ഞങ്ങളുടെ ചേരി പ്രദേശങ്ങളിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നവരാണ്. അവർ യേശുവിന് വേണ്ടി ഓടുന്നവരാണ്, അവർ യേശുവിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്, അവർ മിഷനറിമാരാണ്, അവർ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നവരാണ്. അവരെ നമുക്ക് ഒത്തിരി പഠിക്കുവാനുണ്ട്. കാരണം കേൾക്കുന്ന വചനം അതുപോലെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം സന്നദ്ധതയുള്ള ഒരു വലിയ കൂട്ടത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിനൊന്നും കഴിയാത്തതായില്ല. നാം വചനത്തെ അതുപോലെ ഏറ്റെടുക്കുന്നുവെങ്കിൽ, വചനപ്രകാരം നാം ജീവിക്കുന്നുവെങ്കിൽ, നമ്മുടെ ദൈർഘ്യമല്ല എത്ര കാലമായി നാം ക്രിസ്തുവിലായി എന്നുള്ള ദൈർഘ്യമല്ല, നാം എങ്ങനെയായിരിക്കുന്നു അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിൽ നാം എങ്ങനെയായിരിക്കുന്നു, നമ്മുടെ അകത്തുള്ള മനുഷ്യൻ എത്ര അധികം ആ സമ്പൂർണതയിലേക്ക്, ഒരുക്കത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു. നാം എത്ര കാലമെന്നുള്ള ഒരു കാര്യമല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എത്ര കാലമായ ക്വാണ്ടിറ്റി അല്ല, മറിച്ച് ഒരു ക്വാളിറ്റി ലൈഫിലേക്ക്, നമ്മുടെ അളവല്ല എത്ര കാലമായി അല്ല, പക്ഷേ ആ യോഗ്യത നമ്മുടെ അകത്തുള്ളത് എന്താണ്, നമ്മുടെ അകത്തുള്ളത് എത്രയാണ്, അല്ലെങ്കിൽ ആ ക്വാളിറ്റി, ആ ഗുണം, ക്രിസ്തുവിൻ്റെ ഗുണം നമ്മിൽ എത്ര അധികം വർദ്ധിച്ചു, ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിൽ എത്ര അധികം വർദ്ധിച്ചു, ക്രിസ്തുവിൻ്റെ ജീവിതം നമ്മിൽ എത്ര അധികം വർദ്ധിച്ചു, നാം എത്രത്തോളം വിശ്വസ്തരാണ്, നാം എത്രത്തോളം വിശുദ്ധിയോടെ ജീവിക്കുന്നു, നാം എത്രത്തോളം സത്യസന്ധമായി ജീവിക്കുന്നു, നാം എത്രത്തോളം നമ്മെ തന്നെ, നമ്മുടെ സർവ്വ അന്തരംഗവുമേ, അല്ലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ യഹോവയെ വാഴ്ത്തുക, അല്ലെങ്കിൽ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ. ആ സർവ്വ അന്തരംഗമെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഓരോ അവയവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ്, പ്രാണൻ, ചിന്ത, സകലതും ദൈവത്തെ സ്തുതിക്കുന്ന. പലപ്പോഴും നാം സാഹചര്യത്തെ നോക്കി, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിൻ്റെ ജീവിതത്തിൽ അവർ തീയിലേക്ക് എറിയപ്പെടുവാൻ പോകുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്: ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ അവനെ തന്നെ സേവിക്കും. ദൈവം വിടുവിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. ഇൻ കേസ് വിടുവിച്ചില്ലെങ്കിൽ പോലും രാജാവ് ഉണ്ടാക്കിയ ആ പ്രതിമയുടെ മുൻപിൽ വണങ്ങുവാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് പറയുവാൻ തക്കമുള്ള ധൈര്യം അതെങ്ങനെ വന്നു? അതവരെ വിശുദ്ധിയാണ് കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ് നമ്മെ ധൈര്യമുള്ളവരാക്കി തീർക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വസ്തതയാണ് നമ്മെ ധൈര്യമുള്ളവരാക്കി തീർക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ സത്യസന്ധതയാണ് നമ്മുടെ ജീവിതത്തെ ധൈര്യമുള്ളവരാക്കി തീർക്കുന്നത്. അങ്ങനെയെങ്കിൽ നാം ധൈര്യത്തോടെ കൃപാസനത്തോട് അടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം, മനസ്സ് നാം തയ്യാറായിരുന്ന് യഥാർത്ഥമായി നാം ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ, ആരാധിക്കുന്നുവെങ്കിൽ, നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ഒരു ശബ്ദ കോലാഹലമല്ല, മറിച്ച് അതിലുപരി നാം എത്രത്തോളം നമ്മുടെ ഹൃദയം പകരപ്പെടുന്നു ദൈവസന്നിധിയിൽ, അല്ലെങ്കിൽ ആ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ നാം എത്രത്തോളം നമ്മുടെ ഹൃദയത്തെ പകരുകയാണ്. നാം സാഹചര്യങ്ങളെ നോക്കുകയാണോ? മറിച്ച് ദൈവത്തിൻ്റെ വചനം പറയും, നാം കേട്ട ദൈവ ശബ്ദം എവിടെ? പലപ്പോഴും സാഹചര്യത്തിൻ്റെ ആ ഞെരുക്കം കൊണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട് പല ദൈവശബ്ദവും ഞെരുങ്ങി അമർന്ന് ആ മുള്ളിൻ്റെ അകത്ത് ഞെരുക്കപ്പെട്ടു പോയ പല ചിന്തകളാൽ ഞെരുക്കപ്പെട്ട്, ലോകത്തിൻ്റെ ചിന്തകൾ പലതിനാലും ഞെരുക്കപ്പെടുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നൽകിയത് ഞെരുക്കപ്പെടാതെ ആ നിധി, ആ മുത്ത്, അത് വളരെയധികം വളരെ വിലപ്പെട്ട ദൈവത്തിൻ്റെ വചനം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന ആ റേമ, ആ ശബ്ദം, ദൈവമാകുന്ന ലോഗോസ്, അല്ലെ, ദൈവവചനമാകുന്നതായ യേശു ക്രിസ്തു, ആ ലോഗോസ്, അവൻ പറയുന്ന ശബ്ദം, റേമ, അത് അങ്ങതുപോലെ സംഭവിക്കും. കാരണം യേശു പറഞ്ഞത് അന്ധകാരത്തിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. അതുപോലെ യേശു പറയുന്ന ഓരോ കാര്യങ്ങൾ, നമ്മോട് സംസാരിച്ച കാര്യങ്ങൾ, അതെല്ലാം അതുപോലെ സംഭവിക്കുവാൻ പോവുകയാണ്. യേശു പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുമെന്നുള്ളതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം
ഒരിക്കലും അചഞ്ചലരായിട്ടല്ല, നാം ചഞ്ചലപ്പെടുന്നവരായിട്ടില്ല, മറിച്ച് ആയിരിക്കാൻ തക്കവണ്ണം, നാം ചഞ്ചലപ്പെടാതെ, നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെടാതെ അചഞ്ചലരായിരിക്കാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ദൃഢതയോടെ ആയിരിക്കാൻ, ഉറപ്പോടെ ആയിരിക്കാൻ തക്കവണ്ണം നമ്മുടെ അകത്തുള്ള വിശുദ്ധിയാണ് നമ്മെ ഉറപ്പിലേക്ക് നയിക്കുക. നാം വിശുദ്ധരെങ്കിൽ നാം വളരെ ധൈര്യമുള്ളവരായിരിക്കും. നാം വിശുദ്ധരെങ്കിൽ നാം അചഞ്ചലരായിരിക്കും. നാം വിശുദ്ധരെങ്കിൽ നമ്മുടെ മനസ്സ് ഇളകിപ്പോകുവാനിടയായി തീരുകയില്ല. നാം വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നാം സത്യസന്ധതയ്ക്ക് അല്ലെങ്കിൽ വിശ്വാസയോഗ്യതയ്ക്ക് നാം പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ, വിശ്വസ്തതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നാം അചഞ്ചലരായിരിക്കും. അങ്ങനെ നാം അചഞ്ചലരായിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ശബ്ദമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്നും നാം പുറത്തു വരുന്ന, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഈ അവധിക്കാലങ്ങളെല്ലാം ഒരിക്കലും എവിടെയെങ്കിലും കടന്നുപോയി സ്വന്തക്കാർ ബന്ധുമിത്രാദികളുടെ ഇടയ്ക്ക് പോയി സമയം ചിലവഴിക്കുവാനല്ല ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. മറിച്ച് ഒരവധി കിട്ടുമ്പോൾ പെട്ടെന്നൊരു മിഷൻ ട്രിപ്പ് എവിടെയെങ്കിലും യേശുവിനെ അറിയാത്തവരുടെ ഇടയ്ക്ക്, അല്ലെങ്കിൽ മറ്റൊരു തളർന്നു കിടക്കുന്ന മരിച്ചുകൊണ്ടിരിക്കുന്ന ചില ശേഷിപ്പുകളെ അല്ലെങ്കിൽ അവരെ ഒന്ന് ഉണർത്തുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ചിലതിനെയെല്ലാം ഒന്ന് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ, അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ വിത്ത് പാകുവാൻ, അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ ദീപശിഖികമായി ഓടി അവിടെയെല്ലാം ഒന്ന് കത്തിക്കുവാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നശിച്ചു പോകുന്ന ഇന്നും അനേകർ ക്രിസ്തുവിനെ അറിയാത്തവരോട് ക്രിസ്തുവിനോട് പറയുവാൻ, ഈ ക്രിസ്തുവായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട ചിലവരുമായിട്ട് ക്രിസ്തുവുമായി ബന്ധത്തിലേക്ക് അവരെ വീണ്ടും പുതുക്കി പണിയിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ ഈ അവധിക്കാലം ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും നമുക്ക് ഉച്ചത്തിൽ ആരാധിപ്പാൻ സാധ്യമല്ല. മിക്കവാറും നമ്മൾ യാത്രകളിലാണ്, ഒന്നുകിൽ ബസ്സിലായിരിക്കും അല്ലെങ്കിൽ ട്രെയിനിലായിരിക്കും, യാത്രകളിലായിരിക്കും. ആ യാത്രകളിൽ ഉച്ചത്തിലല്ല, മറിച്ച് നമ്മുടെ ഹൃദയം ഉച്ചത്തിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്, നമ്മുടെ മനസ്സുച്ചത്തിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്, നമ്മുടെ സർവ്വ അന്തരംഗവും ഉച്ചത്തിലാണ്, അത്യുച്ചത്തിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്. പക്ഷെ അത് പുറത്തുള്ളവർക്ക് കേൾക്കുവാൻ സാധ്യമല്ല, അടുത്തിരിക്കുന്ന വ്യക്തിക്ക് അത് കേൾക്കുവാൻ സാധ്യമല്ല. എന്നാൽ അത്യുച്ചത്തിൽ ദൈവത്തെ, കാരണം നാം ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ ആലയമായിരിക്കുന്ന ആലയത്തിൻ്റെ അകത്തുള്ള ആ ഉച്ചത്തിലുള്ള ആരാധന, സ്തുതി, നമ്മുടെ സർവ്വ അന്തരംഗവുമാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. നമ്മുടെ അവയവങ്ങളാണ് ഈ ലോകത്ത് ഏറ്റവും അധികം പ്രാധാന്യമുള്ള, വിലയുള്ള നമ്മുടെ ജീവിതം. ഈ ജീവിതം ദൈവത്തെ യഥാർത്ഥമായി നാം സ്തുതിക്കുന്നത് നമ്മുടെ അടുത്തിരിക്കുന്നവർ കേട്ടോ കേട്ടില്ലയോ അതല്ല വിഷയം, മറിച്ച് നമ്മുടെ നിശബ്ദതയിൽ അടുത്തിരിക്കുന്ന വ്യക്തികൾ നിശബ്ദരായിരിക്കാം. എന്നാൽ നാം അത്യുച്ചത്തിൽ നമ്മുടെ ഹൃദയം ദൈവത്തിൽ ഉല്ലസിക്കുന്നത്, അത്യുച്ചത്തിൽ നമ്മുടെ മനസ്സുല്ലസിക്കുന്നത്, റിബാനകഹത്തനാരക ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മെ യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുത്തുകൊണ്ട് അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കാതെ. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളാൽ ഞെരുക്കപ്പെടുമ്പോൾ നാം പലപ്പോഴും ചിന്തിക്കും, എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചില്ല. അങ്ങനെയല്ല, ദൈവം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ എത്രയോ അത്ഭുതങ്ങൾ, നമുക്ക് എണ്ണിയാൽ തീരാത്ത അനവിധ നന്മകൾ നാം ശ്വസിക്കുന്നത് പോലും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നെ വിളിച്ചപ്പോൾ ഇപ്രകാരം പറയുവാനിടയായിത്തീർന്നു, ഓക്സിജൻ മാറ്റിയില്ല, ഇപ്പോഴും ഓക്സിജൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള വാർത്ത. രോഗിയായിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട വ്യക്തിയെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് എന്നെ അറിയിക്കുന്നത്. ഓക്സിജൻ മാറ്റിയിട്ടില്ല, അതിൻ്റെ ചിലവുകൾ വളരെയാണ്, ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുവാനിടയായിത്തീർന്നു. ഓക്സിജൻ ലെവലൊന്നും വർദ്ധിക്കുന്നില്ല എന്ന് അഡ്മിറ്റായ വ്യക്തിയെക്കുറിച്ച് പറയുവാനിടയായിത്തീർന്നു. ഞാൻ ഇപ്രകാരം ചിന്തിക്കുവാനിടയായിത്തീർന്ന ഒരു കാര്യം, നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്ന ഓക്സിജൻ, നമുക്കൊരു പൈസ ചിലവില്ല, എങ്കിലും നാം ദൈവത്തെ പലപ്പോഴും, ദൈവമേ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാത്തതെന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന് ഇപ്പോൾ സ്തുതി കരയറ്റുവാൻ തക്കവണ്ണം, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം, ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന പദ്ധതികൾ വളരെ വലുതാണ്. ഞാൻ വളരെ ഞെരുക്കപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭാഗമാണ്. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം, വിശ്വസ്തർ അതിലും ചുരുക്കമായിരിക്കുന്ന ഈ കാലയളവിൽ, അല്ലെങ്കിൽ വിരലിൽ എണ്ണാവുന്ന വിശ്വസ്തര് ഈ ലോകമെമ്പാടും നമുക്ക് വിശ്വസ്തയോട് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണുകൾ ഊടാടി സഞ്ചരിക്കുന്നത്, വിശ്വസ്തർ എവിടെയുണ്ട്, വിശുദ്ധരെവിടെയുണ്ട്, സത്യസന്ധമായി ദൈവത്തെ പിൻപറ്റുന്നവർ എവിടെയുണ്ട്, നാം യഥാർത്ഥമായി ദൈവമായിട്ടുള്ള കണക്ഷനിലാണോ, അല്ലെങ്കിൽ ദൈവത്തിനെല്ലാം അറിയാം, ദൈവത്തിന് സകലതും അറിയാം, ദൈവത്തിനൊന്നും അറിയാത്തതായിട്ടില്ല, എന്നാൽ ദൈവമായി നാം സംസാരിക്കുന്നുണ്ടോ? ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ
കുഞ്ഞുങ്ങളെ പ്രകാരം എന്നോട് പറയുവാനിടയെത്തിയിരുന്നു. ഭവനത്തിൽ ഞങ്ങൾ 4 പേരിൽ ഇങ്ങനെ പറയുവാനിടയെത്തുന്നു. മമ്മയാണ് ഇപ്പോഴും കൂടുതലായിട്ട് സംസാരിക്കുന്നത്. കാരണം വചനമാണെങ്കിലും ഞാനാണ് കൊച്ചുനാൾ മുതൽ ഇവരെ പഠിപ്പിക്കുന്നത്, അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, അതുപോലെ പല മിഷനറി സ്റ്റോറീസ് പലതും പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഞാൻ അവരോട് ഒരു കാര്യം പറയാനെടുത്തത്, നമ്മുടെ നിശബ്ദതകൾ, ഒരു ഭവനത്തിൽ 4 പേരും നിശബ്ദരായിരിക്കുന്നുവെങ്കിൽ, പരസ്പരം സംസാരിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും ഒരു ബന്ധവും പുതുക്കപ്പെടുന്നില്ല. ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു പോകുവാനിടയെത്തീരും. എന്നാൽ നാം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുവെങ്കിൽ, സംസാരിക്കുന്നുവെങ്കിൽ, അനുഭവങ്ങൾ പങ്കിടുന്നുവെങ്കിൽ ആ ബന്ധം വളരെ ദൃഢമായിരിക്കുവാനിടയെത്തീരും. ഇതുപോലെ ദൈവവുമായിട്ടുള്ള ബന്ധം നാം ഒരുപക്ഷെ നമ്മുടെ സാഹചര്യം നാം ഉച്ചത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനോ മഹത്വപ്പെടുത്തുവാനോ നാം ഉച്ചത്തിൽ പ്രാർത്ഥിക്കുവാനോ സാധിക്കാത്ത ചില സാഹചര്യത്തിലൂടെ ആയിരിക്കാം നാം കടന്നു പോകുന്നത്. ഒരുപക്ഷെ നമ്മുടെ റോഡിൽ കൂടെ നടന്നു പോകുമായിരിക്കാം, അല്ലെങ്കിൽ നാം നമ്മുടെ ജോലി സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ നാം ചില യാത്രകളിലായിരിക്കാം. പക്ഷേ നമ്മുടെ ഹൃദയം അത്യുച്ചത്തിൽ സ്വർഗം കേൾക്കുന്ന ഏറ്റവും വലിയ മുഴക്കമുള്ള ശബ്ദമായി നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ഉച്ചത്തിലുള്ള മാറ്റുലികൾ, ആരാധനകൾ തീരുവാനിടയെ തീരട്ടെ. നമ്മുടെ വായെ തുറന്നുള്ള ശബ്ദമല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ അത്യുച്ചമായുള്ള ആർപ്പ്, നമ്മുടെ മനസ്സിൻ്റെ അത്യുച്ചമായിട്ടുള്ള ആർപ്പ്, നമ്മുടെ പ്രാണനിൽ നിന്നുള്ള, നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള, നമ്മുടെ ആത്മാവിൽ നിന്നുള്ള ആർപ്പ്, സ്തുതി ദൈവത്തിന് അത്യുച്ചമായി അത് സ്വർഗത്തിലെത്തുവാൻ, അത് വലിയൊരു മുഴക്കമായി സ്വർഗത്തിൽ കേൾക്കുവാൻ. കാരണം ദൈവം ആദ്യം കേൾക്കുന്ന ശബ്ദമായി നമ്മുടെ ശബ്ദം തീരട്ടെ. നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു. 22-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം ആ മകനെ യഥാർത്ഥമായ ഹോമബലി, ഹോമയാഗം കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ആരാധന അർപ്പിക്കുന്നത് സ്വർഗം ഉറ്റുനോക്കുന്നൊരു കാര്യമായിരുന്നു. സ്വർഗത്തിലെ ദൂതന്മാർ സ്വർഗം ഉറ്റുനോക്കുന്നൊരു കാര്യം. കാരണം അവിടെ ഒരു സംസാരമില്ല. അബ്രഹാം സംസാരിക്കുന്നില്ല, ഇസഹാക്ക് സംസാരിക്കുന്നില്ല. കാരണം ആ യാഗപീഠത്തിൽ കെട്ടപ്പെട്ടവനായി അവൻ കിടക്കുന്നു. ഇനി കൈ ഉയർത്തുകയാണ് അവനെ കൊല്ലുവാൻ തക്കവണ്ണം. ആ പിതാവ് ശബ്ദമല്ല, മറിച്ച് ഹൃദയമാണ് പകരുന്നത്. യഥാർത്ഥമായിട്ടും ദൈവമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടുന്നത്? അവൻ്റെ ഹൃദയത്തിൽ നിന്നും അത്യുച്ചത്തിലുള്ള നിലവിളിയായ ഒരു പക്ഷേ അബ്രഹാം ഇസഹാക്കും ഒരുപോലെ അത്യുച്ചത്തിൽ അവരുടെ വാ തുറന്നാൽ താഴെ നിൽക്കുന്ന ബാലിക്കാർ, ദൂരത്ത് നിൽക്കുന്ന ബാലിക്കാർ കേൾക്കാനിടയുണ്ട്. അതിൻ്റെ മുഴക്കം താഴെ കേൾക്കാനിടയുണ്ട്. എന്നാൽ നിശബ്ദമായി അവർ ഇരുവരും എടുത്തൊരു തീരുമാനമുണ്ട്. ആ വാ തുറക്കാതെ അത്യുച്ചത്തിൽ അവരുടെ ഹൃദയം ഉച്ചത്തിൽ ദൈവസന്നിധിയിൽ പകരപ്പെടുവാൻ, അവരുടെ മനസ്സ് അത്യുച്ചത്തിൽ ദൈവസന്നിധിയിൽ പകരപ്പെടുവാൻ, അവരുടെ ആരാധനയുടെ മുഴക്കം സ്വർഗത്തിൽ കേൾക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നൊരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനൊരു അവസ്ഥയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം യഥാർത്ഥമായും ദൈവത്തോട് പറ്റിച്ചേർന്ന്, ദൈവത്തോട് അടുത്ത് നാം ജീവിക്കുന്നുവെങ്കിൽ ആ ശബ്ദമാണ് നമ്മുടെ ആരാധന ശബ്ദം എന്ന് പറയുന്നത്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം പ്രസാദിക്കുന്ന ഒരു ആരാധന. അങ്ങനെ അബ്രഹാം ഇസഹാക്കും ഒരു മനസ്സോടെ ഒരുപോലെ ആ പിതാവിനാൽ മരിക്കുവാൻ പോകുന്നതായി ഇസഹാക്ക് സ്വന്തം പിതാവിനാൽ ദൈവം കൊടുത്തതിനെ തിരിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം സന്മനസ്സുള്ള ഒരു പിതാവ്. ദൈവം കൊടുത്തു, ഇല്ലായിരുന്നു, സാധ്യതയില്ലായിരുന്നു, ഒരിക്കലും അസാധ്യമായിരുന്നു. ആ സ്ഥാനത്ത് ദൈവം കൊടുത്ത ആ കുഞ്ഞ് ഇസഹാക്ക് ഭവനത്തിൻ്റെ ചിരിയായി ജനിച്ചു വീണ, ഭവനത്തിൻ്റെ ആഹ്ലാദമായി ജനിച്ചു വീണ അവനെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു കൊടുക്കുവാൻ തക്കവണ്ണമുള്ള സന്മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അത്യുച്ചത്തിലുള്ള ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവമേ, ഞാൻ തരുന്നു നിനക്ക്, നീ നൽകിയതെല്ലാം നിനക്ക് തരികയാണ്. അവൻ കത്തി ഉയർത്തുമ്പോൾ അതാണല്ലോ ആരാധന, യഥാർത്ഥമായിട്ടുള്ള ആരാധന. ആ വാ തുറക്കാതെയും ദൈവത്തെ സ്തുതിക്കുവാൻ, വാ തുറക്കാതെയും. കാരണം നമ്മുടെ സാഹചര്യങ്ങളിൽ, ഞാൻ ഈ വടക്കേ ഇന്ത്യയിലായിരിക്കുമ്പോൾ എനിക്കറിയാം പല സന്ദർഭങ്ങളിൽ നമുക്ക് പലപ്പോഴും അത്യുച്ചത്തിൽ വാ തുറക്കുവാൻ സാധ്യമല്ല. നാം വളരെ നിശബ്ദമായിട്ടാണ് പല കോണുകളിലിരുന്ന് ആരാധിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ നിശബ്ദമാണ്. ഒരുപക്ഷെ വളരെ സ്വാതന്ത്ര്യത്തോട് ഉച്ചത്തിൽ അലറി നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ, അത്യുച്ചത്തിൽ ആരാധിക്കുവാൻ സാധിക്കുന്ന സ്ഥലങ്ങളുണ്ട്. എന്നാൽ നാം നിശബ്ദമായി പ്രാർത്ഥിക്കേണ്ടുന്നതായ, അല്ലെങ്കിൽ ആരാധിക്കേണ്ടുന്നതായ, എന്നാൽ സ്വർഗം കേൾക്കുന്ന അത്യുച്ചനാദം, അല്ലെങ്കിൽ സ്വർഗം കേൾക്കുന്ന ഏറ്റവും മുഴക്കമുള്ള ആരാധന നമ്മുടെ വാ തുറക്കാതെ
മറക്കാതെ തന്നെ നാം ദൈവത്തെ യഥാർത്ഥമായി നമ്മുടെ ഹൃദയം പകർന്ന ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ അത്യുച്ചമുള്ള ഒരു മുഴക്കമായി, ഒരു നാദമായി, ഒരു വലിയ ഒരു സൗരഭ്യവാസനയായി ദൈവത്തിൻ്റെ മുൻപിൽ പകരപ്പെടുന്ന ഒരു ആരാധനയായി നമ്മുടെ ജീവിതം തീരുന്നുവെങ്കിൽ യഥാർത്ഥമായി ദൈവം നമ്മിൽ പ്രസാദിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവം പ്രസാദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ ആയുസ്സിൽ നമ്മിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മിലൂടെ ദൈവത്തിന് ചെയ്തെടുക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഈ തലമുറയിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നാം നമ്മുടെ ഈ ലൈഫ് എന്തിനാണ് ദൈവം നമുക്ക് നൽകിയത്, ഈ ജീവിതം നമുക്ക് എന്തിനാണ് ദൈവം നൽകിയത്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ മിഷൻ റിപ്പിൾസ് ശുശ്രൂഷിച്ച സഭയിലകത്തും ഒരേ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് സഭയോടും ചോദിച്ചത്. ഇന്ന് നമ്മോട് ഓരോരുത്തരും ചോദിക്കുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവ് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്. ഈ ശ്വാസം ദൈവത്തിൻ്റെ കരത്തിലാണ്. ഈ കരത്തിൽ, ദൈവത്തിൻ്റെ കരത്തിലാണ് നമ്മുടെ ശ്വാസം ഇരിക്കുന്നത്. നമ്മുടെ സമയങ്ങൾ, സങ്കീർത്തനക്കാരൻ പറയുന്നു, നമ്മുടെ സമയങ്ങൾ ദൈവകരത്തിലാണ്. അതുപോലെ യോബ് പറയുന്നു, നമ്മുടെ ശ്വാസം ദൈവകരത്തിലാണ്. അതുപോലെ നമ്മുടെ സുവിശേഷത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു, നമ്മുടെ തലയിലെ മുടികൾ പോലും ദൈവം എണ്ണിയിരിക്കുന്നു, എല്ലാം എണ്ണപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ദിവസങ്ങൾ പോലും, സങ്കീർത്തനക്കാരൻ പറയുന്ന കാര്യമുണ്ട്, നമ്മുടെ ദിവസം എണ്ണുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ദിനം എണ്ണുവാൻ നമുക്ക് ബുദ്ധി, അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദൈവം എൻ്റെ ദിവസം എത്രയുണ്ട് ഈ ഭൂമിയിൽ. കാരണം നമ്മുടെ ജീവിതം ഒരു വലിയ ഒരു കൊച്ചു ജീവിതമാണ്, ഒരു പുല്ല് പോലെ, അല്ലെങ്കിൽ ഒരു രാവിലെ മുളച്ച് വൈകുന്നേരം വാടി ഇല്ലാതെ പോകുന്ന ഒരു പുല്ലിന് തുല്യമാണ് നമ്മുടെ ജീവിതം. അങ്ങനെയെങ്കിൽ ഈ ലൈഫിൽ ദൈവം എന്താണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? നാം ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി നിൽക്കുവാൻ തക്കവണ്ണം, ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി നിൽക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവം നമ്മെക്കുറിച്ച് കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ സ്വപ്നമുണ്ട്. ആ സ്വപ്നം പൂർത്തീകരിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ സ്വപ്നമായിരുന്നു ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും പാപം ചെയ്തപ്പോൾ, ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ, ആ ലംഘിച്ച ആ സ്ഥാനത്ത് ദൈവത്തിൻ്റെ ഒരു പ്രോമിസാണ് ഉൽപ്പത്തി പുസ്തകം 3:15 നമുക്കെല്ലാം സുപരിചിതമാണ്. ആ പ്രോമിസിന്, ആ വാഗ്ദത്തോടനുബന്ധിച്ച് ദൈവം താൻ മനുഷ്യത്തിൽ തന്നെ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമി നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന ആ വചനമാകുന്ന യേശു ക്രിസ്തു, വചനമാകുന്നവൻ, ആ ദൈവമാകുന്നവൻ, അവൻ ഇറങ്ങി വന്നു മാനവരാശിക്ക് വേണ്ടി മരിക്കുവാൻ തക്കവണ്ണം തൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയെ തീർന്നു. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്വപ്നമാണ് പാപത്തിൽ ജനം ജീവിക്കാതെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ. ദൈവത്തിൻ്റെ സ്വപ്നമാണ് പാപികൾ വിടുവിക്കപ്പെടുവാൻ. ദൈവത്തിൻ്റെ സ്വപ്നമാണ് പാപികൾ ക്രിസ്തുവിനെ അറിയുവാൻ തക്കവണ്ണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ സ്വപ്നം, ഇന്ന് യേശു മടങ്ങിപ്പോയി, യേശു പോയതുപോലെ തിരികെ വരുമെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. യേശു ഇപ്രകാരം മടങ്ങിപ്പോയോ അതുപോലെ അവൻ മേഘാരൂഢനായി അവൻ വരുന്ന ദിവസങ്ങൾ ആസന്നമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ യേശു ചെയ്തതും അവൻ പഠിപ്പിച്ചതും അപ്പോസ്തല പ്രവൃത്തികൾ കാണാൻ സാധിക്കുന്നു. അവൻ ചെയ്തതും പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ, അതുപോലെ ആ കാര്യമാണ് അപ്പോസ്തലന്മാർ ചെയ്തു പഠിപ്പിച്ചു. ആ കാര്യങ്ങൾ ചെയ്തു പഠിപ്പിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള താലന്തുകൾ നാം വിനിയോഗിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അത് വലിയ ദോഷമായി തീരും. നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതും വിനിയോഗിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ദൈവം വിശുദ്ധരെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നോളജ് അല്ല, നമ്മുടെ അറിവല്ല, ജ്ഞാനമല്ല. ഈ അവസാന കാലഘട്ടത്തിൽ ദാനിയേൽ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, നോളജ് അല്ലെങ്കിൽ അറിവുകൾ വർദ്ധിക്കുന്നൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ അറിവുകളുണ്ട്, ഇൻഫർമേഷൻസ് ഒത്തിരിയുണ്ട്. എന്നാൽ പ്രാക്ടിക്കലായിട്ട് നാം ജീവിക്കുവാൻ തക്കവണ്ണം, ജീവിച്ച് കാണിക്കുവാൻ, ജീവിക്കുവാൻ തക്കവണ്ണം, ലോകത്തിന് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ, നാം ഒന്ന് ജീവിക്കുവാൻ തക്കവണ്ണം യേശു ആരാണെന്ന് നമ്മുടെ ജീവിതത്തിലൂടെ ലോകത്തിൽ നിന്ന് കാണിച്ചു കൊടുക്കുവാൻ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടെ വളരെ തണുപ്പുണ്ട്. ആ സമയത്ത് ഒത്തിരി പുതിയ ചേരിയിലുള്ളവരെല്ലാം കടന്നു വരുവാനിടയെ തീർന്നവർക്ക് തണുപ്പിനുള്ള വസ്ത്രങ്ങൾ എല്ലാം വേണം. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആവശ്യമുണ്ട്. അങ്ങനെ ആ സമയത്ത് ഞാനിങ്ങനെ വസ്ത്രങ്ങളെല്ലാം വാങ്ങാനായിട്ട് എൻ്റെ കയ്യിൽ അല്പമായിട്ടുള്ളൊരു കാര്യമാണുള്ളത്, അതുമായിട്ട് ഞാൻ കടന്നുപോയി. അങ്ങനെ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തു. അതിങ്ങനെ തിരിച്ചെൻ്റെ സന്ധ്യയിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു, കർത്താവേ കുറച്ചും കൂടി വേണമായിരുന്നല്ലോ എന്നിങ്ങനെ ചിന്തിച്ചു. അവർക്ക് ആവശ്യങ്ങളുണ്ടല്ലോ. അങ്ങനെ വേറൊരു സഹോദരൻ എനിക്ക് അല്പമായിട്ട് കുറച്ച് തരുവാനിടയായിരുന്നു. പക്ഷേ ആ പണവുമായി ഞാൻ കടന്നുപോയി. ഞാൻ അവർക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങുവാനായിട്ട് ഞാനിങ്ങനെ കടന്നുപോയി. പക്ഷേ ആ സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതുകൊണ്ടും എനിക്ക് അവർക്കെല്ലാം കൊടുക്കുവാനുള്ള കാര്യങ്ങൾ നടക്കുകയില്ല. കാരണം കൊടും
തണുപ്പാണ്, നല്ല തണുപ്പുണ്ട്. എങ്ങനെ അവർ മാനേജ് ചെയ്തു പോകും? കാരണം അവർക്ക് ആവശ്യത്തിനുള്ള തണുപ്പിനുള്ള വസ്ത്രമില്ല, ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ ഒരു വ്യക്തി, ഞാൻ സ്ഥിരമായി തണുപ്പ് കാലത്ത് കടന്നുപോയി ഇവർക്ക് വേണ്ടി വസ്ത്രം വാങ്ങുന്ന ഒരു സ്ഥലത്തെ ഒരു വ്യക്തി പ്രകാരം എന്നെ കണ്ടപ്പോൾ അദ്ദേഹം വേറൊരു അക്രൈസ്തവനാണ്. അദ്ദേഹം ഇപ്രകാരം പറയുവാൻ ഇടയെ തീർന്നു. ഇപ്രകാരം പറയുവാനായിട്ട് ഇടയെ തീർന്നു. ഞാൻ പലപ്പോഴും ഞാനിങ്ങനെ ആദ്യമായിട്ട് നിങ്ങൾ 5 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും. പക്ഷേ ഞാൻ പലപ്പോഴും എന്നെ ഫോളോ ചെയ്യുന്ന അദ്ദേഹം എന്നെ ഫോളോ ചെയ്യുവാൻ ഇടയെ തീർന്ന് പറയുവാൻ ഇടയെ തീർന്നു. അതുപോലെ ഞാൻ കൊടുക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും അദ്ദേഹം രഹസ്യമായി നിന്ന് കണ്ട കാര്യം പറയുവാൻ ഇടയെ തീർന്നു. എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്. അതിന് സാധനം വാങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ കൊടുക്കാനുള്ള തണുപ്പിനുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ കയ്യിൽ ഇനി എന്താണുള്ളത്? ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇന്ത്യൻ മണി ഒരു 500 രൂപയുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന എല്ലാ തണുപ്പിൻ്റെ വസ്ത്രവും നീ കൊണ്ടുപോക്കോ, ഇത് മുഴുവൻ ഇത്രയും പൈസ തന്നാൽ മതി, ഇത് മുഴുവൻ നീ കൊണ്ടുപോക്കോ, കാരണം എനിക്കറിയാം നീ ഭിക്ഷയാചിക്കുന്നവർക്കും പാവപ്പെട്ടവർക്കും കൊടുക്കുവാനാണെന്ന് പറഞ്ഞ് ഒരു വലിയ കെട്ട്, വലിയ 1-2 കെട്ട് തുണി എൻ്റെ കയ്യിൽ എനിക്ക് തരുവാനിടയെ തീർന്നു. ഞാൻ വാങ്ങിയ 2-3 വലിയ കെട്ടുകളുണ്ടായിരുന്നു. അതുകൂടാതെ എൻ്റെ കയ്യിലേക്ക് ഇത് നൽകുവാനിടയെ തീർന്നു. ഇതുപോലെ അവിടെ വാങ്ങാൻ നിന്ന കടകളിലെല്ലാം ഞാൻ പോയിടത്തെല്ലാം അവർ പ്രകാരം പറഞ്ഞു, ഞങ്ങൾക്കറിയാം നീ ചേരിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവർ സംസാരിച്ചത് മുഴുവൻ അക്രൈസ്തവരായിരുന്നു. അതുപോലെ ഞാൻ ഹയർ ചെയ്ത് വിളിച്ച വണ്ടി വിളിച്ചു. ഞങ്ങൾ ആ വണ്ടിയിൽ ഈ ചേരി പ്രദേശത്തേക്ക് ഇത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ വണ്ടി വിളിച്ചുകൊണ്ട് പോയി ചേരിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർക്കറിയില്ല ചേരി. ഞങ്ങൾ വണ്ടിയെ ഞങ്ങളുടെ സ്കൂട്ടറിലിരുന്ന് ഞങ്ങൾ ആ വണ്ടിയോട് ഞങ്ങളെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ വണ്ടി അവിടെ വന്നു. സാധനങ്ങളെല്ലാം ചേരിയിലുള്ളവരെല്ലാം ഇറക്കിക്കൊണ്ട് പോയ സമയത്ത് തുണികളും ഈ സാധനങ്ങളും മുഴുവൻ ഇറക്കിക്കൊണ്ട് പോയി ആ വണ്ടിയിൽ നിന്നും അൺലോഡ് ചെയ്യുകയാണ് അവർ. അത് എടുത്തുകൊണ്ട് പോയി. ആ വണ്ടിയുടെ ഡ്രൈവർ നിറഞ്ഞ കണ്ണുകളോടെ അക്രൈസ്തവനായ അദ്ദേഹം ഇപ്രകാരം പറയുവാനിടയെ തീർന്നു, ഒരു വലിയ നല്ല പ്രവൃത്തിയാണല്ലോ നീ ചെയ്യുന്നത് ഈ കൊടും തണുപ്പിൽ. കാരണം മിക്കവാറും പേരിങ്ങനെ വില കുറവിന് സാധനങ്ങൾ കിട്ടുമ്പോൾ അവരുടേതായ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് വിൽക്കുവാനാണ് ഉപയോഗിക്കുന്നത്. മറിച്ച് നീ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണല്ലോ. അദ്ദേഹത്തോട് യേശുവിനെ കുറിച്ച് പറയുവാൻ കാരണം യേശുവിൻ്റെ സ്നേഹം എന്തെന്ന്. കാരണം ആ ചേരി പ്രദേശത്തുള്ളവർ താനെങ്ങനെ നോക്കിക്കാണുമ്പോൾ അവരുടെ സന്തോഷം, അവരെല്ലാം ഓടി വന്ന് ജയമസി എന്ന് പറഞ്ഞ് അവരെല്ലാം മൂടിക്കൂടി ആ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ടുപോയി അത് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയെ തീർന്നു. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചാൽ മാത്രമേ, കാരണം എൻ്റെ ലൈഫിലെ അനുഭവത്തിലൂടെ എനിക്ക് പറയുവാൻ സാധിക്കും, നമുക്ക് കഴിയാത്തത് ദൈവത്തിന് കഴിയും. നമുക്ക് ചെയ്യുവാൻ കഴിയാത്തത് നാം വിശ്വസ്തയോടെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മിലൂടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. പലപ്പോഴും നമ്മുടെ കാര്യത്തിൽ ഒരു പക്ഷേ നാം ചിന്തിക്കും, എനിക്കതിന് യോഗ്യതയില്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് അതിന് കഴിയുകയില്ല, അല്ലെങ്കിൽ നാം നമ്മെ തന്നെ ഒന്ന് അളക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. അതേപ്രകാരം സംഭവിക്കും. അത് വളരെ ബുദ്ധിമുട്ടാണല്ലോ, സംഭവിക്കാൻ സാധ്യത കുറവാണല്ലോ എന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന് സകലതും കഴിയും. ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. കാരണം ഞാൻ ഈ കുറച്ച് ദിവസത്തെ ഈ ആഴ്ചയുടെ ആരംഭത്തിലുള്ള ചില കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിച്ചത്. കാരണം ഈ കൊടും തണുപ്പിൽ പുതിയ ചേരി പ്രദേശത്തുള്ളവർ, പഴയവർക്ക് പഴയ വസ്ത്രമെങ്കിലും അവരെങ്ങനെയെങ്കിലും മാനേജ് ചെയ്തു പോകും. പക്ഷെ പുതിയ ചേരി പ്രദേശങ്ങളിലുള്ളവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം എത്ര വിശ്വസ്തയോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവത്തിനൊന്നും കഴിയാത്തതായിട്ട് ദൈവം ചില കാര്യങ്ങൾ അക്രൈസ്തവർ അവരെഴുന്നേറ്റ് നിൽക്കുവാനിടയെ തീർന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ തരാം,